إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ശാശ്വതമായ ജീവിതം, ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് വളരെ നിസ്സാരമാണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും അതുപോലെ തന്നെ ഖുർആനിന്റെ വെളിച്ചത്തിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിച്ചു പോകുന്നത് നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകുന്നു എന്നതാണ്. മനുഷ്യൻ എന്തിനു വേണ്ടി ഇങ്ങോട്ട് എത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ പലർക്കും മറന്നു പോകുമ്പോഴാണ് മറ്റുള്ള പലതിനേക്കും മനുഷ്യർ തിരിഞ്ഞു പോകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച ഒരുപാട് അടയാളങ്ങൾ, ചെറിയ ഭൂരിഭാഗം അടയാളങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ വലിയ ദുഖാനുമായി ബന്ധപ്പെട്ട്, മസീഹ് ദജ്ജാലുമായി ബന്ധപ്പെട്ട്, സൂര്യനുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ അടയാളങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ ഖിയാമത്ത് നാളിനോട് വളരെ അടുത്ത് നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നുള്ളത്.
പ്രിയമുള്ളവരെ, അത്തരത്തിൽ നമ്മളുടെ ജീവിതം അതെന്തിനു വേണ്ടിയിട്ടാണ്? നാളെ പരലോകമുണ്ട്, ഖിയാമത്ത് നാളുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, ഖബറുണ്ട്, ബർസഖ് ലോകമുണ്ട് എന്നുള്ള നിരന്തരമായ ചിന്തയിലൂടെ ഒരു യഥാർത്ഥ അവബോധം അത് തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ മരണം പിടികൂടുന്നതാണ്. എന്നാൽ ആ മരണത്തോടുകൂടി നമുക്കറിയാം, ആ ബർസഖ് ജീവിതം, ഖബറിലെ ജീവിതം ഭയാനകമായ ജീവിതം. എല്ലാവർക്കും ആ ബർസഖ് ജീവിതം അത് ആസ്വദിക്കേണ്ടി വരും. ആ ബർസഖ് ജീവിതത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ രക്ഷയും ഉണ്ടാകും, അവിടെ ശിക്ഷയും ഉണ്ടാകും. അതുകൊണ്ട് ആ ബർസഖ് ജീവിതത്തെ കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. ആ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അവിടെ ശിക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് എന്നെ ബാധിക്കരുത് എന്നുള്ള ആത്മാർത്ഥമായ ഒരു തീരുമാനം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിർഔനിന്റെ ആളുകളോട് പറയുന്ന, അല്ലെങ്കിൽ ഫിർഔനിന്റെ ആളുകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം നമുക്ക് ഖുർആനിൽ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അന്നാറു യുഅറദൂന അലൈഹാ ഉദുവൻ വഅശിയാ, രാവും പകലുമായി കൊണ്ട് ഫിർഔനിന്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. എന്നിട്ടോ വയൗമ തഖൂമുസ്സാഅത അദ്ഖിലൂ, അങ്ങനെ രാവും പകലുമായി കൊണ്ട് ഫിർഔനിന്റെ ആളുകൾക്കും ഫിർഔനിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവും ആ നരകത്തിന്റെ ഭയാനകതയും അതിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ആ ഖിയാമത്ത് നാൾ, അന്ത്യനാൾ എത്തുന്നതോടുകൂടി അവരോട് പറയപ്പെടും, അദ്ഖിലൂ, പ്രവേശിച്ചുകൊള്ളുക, ആല ഫിർഔന അശദ്ദൽ അദാബ്, അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക എന്നതാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാവും പകലുമായി കൊണ്ട് ഫിർഔനിന്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം അത് കാണിച്ചു കൊടുക്കും, പ്രദർശിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ സാരം അത് ബർസഖ് ജീവിതത്തിലാണ്. അവന്റെ മരണത്തിന് ശേഷമുള്ള അവരുടെ ഖബർ ജീവിതത്തിലാണ്, ബർസഖ് ലോകത്താണ്. മരിക്കുന്നു, എന്നാൽ പരലോകത്തെത്തിയിട്ടുമില്ല. അതിന് തമ്മിൽ ഇടയിലുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ് ആ ശിക്ഷ എന്ന് പണ്ഡിതന്മാർ, ജുംഹൂറുൽ ഉലമ, ഭൂരിഭാഗം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം, ലൗലാ അൻ ലാ തദാഫനു ലദഅവതുല്ലാഹ് അൻ യസ്മഅകും മിൻ അദാബിൽ ഖബർ. എല്ലാ സ്വഹാബ, നിങ്ങളെങ്ങാനും മനുഷ്യരെ മരിച്ചതിന് ശേഷം മറവു ചെയ്യുകയില്ല എന്നതായിരുന്നു നമ്മളുടെയൊക്കെ നിയമമെങ്കിൽ, നമ്മളൊക്കെ ഖബറ് കാണാത്ത, മറവ് ചെയ്യേണ്ടാത്ത ഒരവസ്ഥയായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ ഖബറിലുള്ള ബർസഖ് ലോകത്തുള്ള ആളുകളുടെ ശിക്ഷ, അവരുടെ ശബ്ദം അത് മനുഷ്യർക്ക് നീ കേൾപ്പിച്ചു കൊടുക്കണം റബ്ബേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ അങ്ങനെ നമ്മൾ കേട്ടിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ? ഒരാളും പിന്നെ ആ ഖബറിന്റെ അടുക്കലേക്ക് പോലും പോകൂല. ആ ഭയാനകമായ ഇന്ന് ഖബറിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ആ ശിക്ഷയുടെ ശബ്ദമെങ്ങാനും നമ്മൾ കേട്ടിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു മനുഷ്യനെ മറമാടാൻ, ആ ആറടി മണ്ണിലേക്ക് വെക്കുവാൻ നമുക്ക് തോന്നില്ല, അതിനോടുള്ള ഭയത്താൽ. അപ്പൊ എത്രമാത്രം ഗൗരവമാണത്. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, ഖബറിനെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ എല്ലാ ആളുകൾക്കും രക്ഷയുമുണ്ട്, ശിക്ഷയുമുണ്ട്. എന്നാൽ ആ കാര്യം മുഴുവൻ സലഫികളും മുഴുവൻ മുൻഗാമികളും ഒക്കെ അംഗീകരിക്കുന്ന കാര്യമാണ് ഖബറിൽ ശിക്ഷയുണ്ട് എന്നുള്ളത്. അപ്പോ ആ ഖബറിലെ ശിക്ഷയെ കുറിച്ച് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ജാഗ്രത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് നമ്മളുടെ ഈ ദുനിയാവിൽ സുഖ സൗകര്യങ്ങൾ ഉള്ളതുപോലെ
തന്നെ അമ്നുള്ളതുപോലെ തന്നെ നാളെ ആ ഖബറിലെ ബർസഖി ജീവിതത്തിലും പ്രിയമുള്ളവരെ നമുക്കൊരു സമാധാനം ഉണ്ടാകണം. അവിടെയും നമുക്ക് ശാന്തിയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, 3 ചോദ്യോത്തരങ്ങളും കഴിഞ്ഞു. ഖബറിൽ ആ മനുഷ്യന്റെ ചോദ്യോത്തരങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അവന്റെ ഖബറിടം അത് മലക്കുകളോട് പറയും, അത് വിശാലമാക്കണം. അവന്റെ കണ്ണെത്തുന്ന ദൂരത്തോളം ആ ഖബറിടം വിശാലമാക്കണമെന്നാണ്. നമ്മൾ ഇന്ന് 6 അടി മണ്ണിൽ ആ കാണുന്ന ചെറിയ ഒരു ഖബറല്ല, മറിച്ച് ഒരു വിശ്വാസിയാണ് മരണപ്പെട്ട അങ്ങോട്ട് എത്തുന്നതെങ്കിൽ അവന്റെ ഖബറിടം അവന് കണ്ണെത്തുന്ന ദൂരത്തോളം ആ ഖബറിടം വിശാലമാക്കുമെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഖബറാണ്, അങ്ങനെ ഒരു ബർസഖി ജീവിതമാണ് പ്രിയമുള്ളവരെ നമുക്ക് ആവശ്യമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിലൂടെ ആ ഖബർ ശിക്ഷയെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു അൻആമിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, നിങ്ങളെങ്ങാനും ലോലിമീങ്ങളെ തോന്നിവാസികളായി ജീവിച്ച ആളുകളുടെ നഫ്സ് പിടിക്കുന്ന, റൂഹ് പിടിക്കുന്ന ആ ഒരു അവസ്ഥ എങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ആ ഭയാനകമായ അവസ്ഥ എങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, അല്ലെ, ആ റൂഹ് പിടിക്കാൻ ആ മലക്കുകൾ എത്തുന്നതോടുകൂടി അവരുടെ റൂഹ് അവരുടെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വൽ മലായികതു ബാസിതു മലക്കുകൾ ഇങ്ങനെ മലക്കുകളുടെ കൈകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് ആ ആളുകളുടെ അടുക്കലേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് മലക്കുകൾ എന്താ പറയുന്നത്? അഖ്രിജൂ അൻഫുസകും, നിങ്ങളുടെ നഫ്സിനെ, നിങ്ങളുടെ റൂഹിനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ എന്ന് മലക്കുകൾ ഇങ്ങനെ പറയും. അൽ യൗമ തുജ്സൗനൽ അദാബ്, ഇന്നേ ദിവസം നിങ്ങൾക്ക് ശിക്ഷയുള്ള അല്ലാഹുവിന്റെ ശിക്ഷയിലേക്ക് നിങ്ങൾ കടക്കുന്ന ദിവസമാണെന്ന്. പ്രിയമുള്ളവരെ, ആ ദിവസത്തെ നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? ആ ദിവസത്തിന് വേണ്ടി നാം ഒരുങ്ങേണ്ടതില്ലേ? എത്രയെത്ര ആളുകളാണ് നമുക്ക് ചുറ്റും മരണപ്പെട്ടു പോകുന്നത്. ഇതിനെ എന്നോണം നമ്മളുടെ പള്ളിയിൽ ഈ ആദ്യ സുഫിൽ ഇരുന്നിരുന്ന മജീദക്ക ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല. ഇന്ന് രാവിലെ അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെയൊക്കെ നമ്മളും ആ ബർസഖി ജീവിതത്തിലേക്ക്, അല്ലെ, മണ്ണിൽ നിന്ന് തുടർന്ന് ആ മണ്ണിലേക്ക് തിരിച്ചുള്ള നമ്മളുടെ യാത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഒരിക്കൽ ഒരു സുദീർഘമായ ഒരു ഹദീസ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായി കൊണ്ട് തന്റെ കഴുതപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് ഒരൽപ്പം സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത അത് ഒരൊറ്റ തിരിയൽ ഇങ്ങനെ തിരിഞ്ഞു എന്നാണ്. ആ കഴുത വീഴുമാറ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീഴുമാറ് ആ കഴുത ഒരൊറ്റ തിരിയൽ ഇങ്ങനെ തിരിഞ്ഞു. അതിനുശേഷം അവിടെ നോക്കുമ്പോ അവിടെ ഉണ്ടായിരുന്നത് 6 or 5 ഖബറുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ ഖബർ, ഈ ഖബറിലുള്ള ആളുകളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? അപ്പൊ സ്വഹാബികളിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, ഫഖാല റജുൽ, ഒരാൾ പറഞ്ഞു, അന, അല്ലാഹുവിന്റെ റസൂലേ, ഈ ഖബറിൽ കിടക്കുന്ന ആളുകളെ എനിക്കറിയാം, എനിക്ക് പരിചയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമതാ മാത ഹഉലാ, ഇവരെങ്ങനെയാണ് മരണപ്പെട്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇവർ മരണപ്പെട്ടത്? ആ സമയത്ത് ആ മനുഷ്യൻ തിരിച്ച് മറുപടി പറഞ്ഞു, മാതു ഫിശ്ശിർക്ക്, ഈ ആളുകൾ മരണപ്പെട്ടത് ശിർക്കിലായിക്കൊണ്ടാണ് റസൂലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുത്തത്, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തലിയ, അവരൊക്കെ അവരുടെ ഖബറുകളിൽ പരീക്ഷണങ്ങൾ ഏറ്റുകൊണ്ടേയിരിക്കുകയാണ്, വളരെ വേദനയേറിയ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുന്നത് നമുക്ക് കാണാം. ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, റബ്ബിനോട് ഈ ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം, രക്ഷ ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ നമുക്ക് കാണാം, നിഫാഖ് ജീവിതത്തിൽ കൊണ്ടു നടന്ന ആളുകൾ. പുറത്ത് ഇസ്ലാമാണ്, പുറത്ത് നമസ്കാരമുണ്ട്, എന്നാൽ ഉള്ളിൽ നിഫാഖാണ്, കാപട്യമാണ്. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം, വമിമ്മൻ ഹൗലകും മിനൽ അഅറാബി മുനാഫിഖൂൻ
ومن أهل المدينة مردوا على النفاق لا تعلمهم. മദീനയിലെ ആളുകൾക്കിടയിൽ പ്രവാചകരെ ചില ആളുകളുണ്ട് ഉള്ളിൽ ഇങ്ങനെ എന്താണ് പേരുകൊണ്ട് മുസ്ലിമാണ്, പുറം കൊണ്ട് അവർ ഇസ്ലാമിലാണ്, നമസ്കാരങ്ങളുണ്ട്, എന്നാൽ ഉള്ളിൽ അവർക്ക് നിഫാഖാണ്. അങ്ങനെയുള്ള ചില ആളുകളുണ്ട് പ്രവാചകരെ, അവരെ നിങ്ങൾക്കറിയില്ല, പ്രവാചകരെ താങ്കൾക്ക് അവരെ അറിയില്ല. എന്നാൽ എന്നിട്ട് അന്ന് പറയാണ് നഹ്നു നഅലമുഹും, അവരെ നമുക്കറിയാം, അല്ലാഹുവിനറിയാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സനുഅദ്ദിബുഹും മർറതൈൻ ثم يردون إلى عذاب عظيم. 2 പ്രാവശ്യം അവർക്ക് കഠിനമായ ശിക്ഷകൾ നൽകുകയും പിന്നീട് അതിനേക്കാൾ കഠിനമായ ശിക്ഷ പരലോകത്ത് വെച്ചുകൊണ്ട് അവർക്ക് നൽകുമെന്നാണ് പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞത്. ഒന്നാമത് അവർക്ക് കിട്ടുന്ന ശിക്ഷ ഈ ദുനിയാവിൽ വെച്ചാണ്. രണ്ടാമത് അവർക്ക് കിട്ടുന്ന ശിക്ഷ അത് ഖബർ ജീവിതത്തിലുള്ള ബർസഖ് ലോകത്തുള്ള ഒരു ശിക്ഷയാണ്. പിന്നെ സുമ്മ യുറദ്ദൂന, ആ 2 ശിക്ഷകൾക്ക് ശേഷം പിന്നെ ഏറ്റവും വലിയ അളമായ ഒരു ശിക്ഷ അവരെ നേരിടാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ശിർക്ക് നമ്മളിൽ ഉണ്ടെങ്കിൽ, നിഫാഖ് നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിൽ നിന്ന് മാറ്റിവെക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് മാത്രമാണോ ഖബർ ശിക്ഷ? അല്ല, മുസ്ലിമായ ആളുകൾക്ക് ഖബർ ശിക്ഷയുണ്ട്. അവരുടെ ജീവിതത്തിൽ നന്മതിന്മകൾക്കനുസരിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും ആ ഖബർ ശിക്ഷ നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് തിന്മകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പോംവഴിയായി കൊണ്ട് നാം കാണേണ്ടത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇന്നഹുമാ ലയുഅദ്ദിബാനി വമാ യുഅദ്ദിബാൻ ഫീ കബീർ, 2 ഖബറിന്റെ അടുക്കലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബത്തിനോട്, സഹാബ, ഈ 2 ഖബറിലുള്ള ആളുകൾ വല്ലാതെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമാ യുഅദ്ദിബാനി ഫീ കബീർ, ഒരു ശിക്ഷ അനുഭവിക്കുന്നത് വലിയൊരു കാര്യം കൊണ്ടൊന്നല്ല ഒരു ശിക്ഷ അനുഭവിക്കുന്നത്, മറിച്ച് ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ശിക്ഷ അനുഭവിക്കുന്നത്. എന്താണ് ആ ചെറിയ കാര്യങ്ങൾ? ഒന്നാമത്തത് അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തയിറു മിനൽ ബൗൽ, മലമൂത്ര വിസർജനങ്ങൾക്ക് ശേഷമുള്ള കൃത്യമായ വൃത്തിയില്ലായ്മ, അതാണ് ഒന്നാമത്തെ മനുഷ്യന് കാരണം. കാരണം അതവന്റെ നമസ്കാരത്തെ ബാധിക്കുന്നു, അവന്റെ വസ്ത്രത്തെ അത് ബാധിക്കുന്നു, അങ്ങനെ തുടങ്ങി മറ്റുള്ള ആരാധന കർമ്മങ്ങളിലൊക്കെ അതവനെ ബാധിക്കുന്നു. അമ്മ അൽ ആഖിർ, 2ാമത്തെ വ്യക്തി ഫകാന യംശി ബിൻ നമീമ, അവൻ നമീമത്ത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാണ്, അവനും ഖബറിൽ ശിക്ഷയുണ്ട് എന്നാണ്. ജീവിതത്തിൽ നമീമത്ത് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകൾ, നീ ഒരു രഹസ്യം, ഇത് നിന്നോട് മാത്രം ഞാൻ പറയണം, നീ ആരോടും പറയരുത് എന്ന് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് സത്യമായിട്ട് പോലും മറ്റുള്ള ആളുകളോട് നമ്മൾ പോയി പറയുകയും എന്നിട്ട് അവര് തമ്മിൽ ഒരു ശത്രുത ഉണ്ടാക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ, അങ്ങനെ തുടങ്ങി മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള നമീമത്ത് പറയുക എന്നത് ഖബറിൽ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുദീർഘമായ ഒരു ഹദീസ് നമുക്ക് കാണാം. ഖബറിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. ഫൻതലഖൈന ഫഅതൈന അലാ റജുലിൻ മുസ്തൽഖിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ കമന്ന് കിടക്കുകയാണ്. ആ കമന്ന് കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് അവന്റെ അടുക്കൽ മറ്റൊരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു കൊളത്തുണ്ട്, മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു കൊളത്ത് ആ മനുഷ്യന്റെ കയ്യിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് ആ മനുഷ്യൻ ആ കൊളത്തുകൊണ്ട് ആ മനുഷ്യന്റെ അവന്റെ മുഖത്ത് ആ കൊളത്തുകൊണ്ട്, അവന്റെ കവിള് ഭാഗത്ത് ആ കൊളത്തുകൊണ്ട് ഇങ്ങനെ കൊളത്തിടാം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ കൊളത്തിട്ടുകൊണ്ട് അശദ്ധായിക്കൊണ്ട് പിന്നിലേക്ക് ഇങ്ങനെ ആ കൊളത്തിങ്ങനെ വലിക്കാം, അത് പൊട്ടുമാറ്, ആ ഭാഗം ചീന്തിപ്പോകുമാറ് ആ കൊളത്തിട്ടുകൊണ്ട് ഇങ്ങനെ വലിക്കാം. എന്നിട്ടോ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അങ്ങനെ പിന്നെ അവന്റെ മൂക്കിലേക്ക് അതുപോലെ കൊളത്തിടുന്നു, ആ മൂക്കിൽ നിന്ന് ആ കൊളത്ത്
കൊളത്ത് പിന്നിലേക്ക് വലിക്കുന്നു. അവന്റെ കണ്ണിലേക്ക് അതുപോലെയുള്ള കൊളത്തുകൾ ഇടുന്നു, അത് പിന്നിലേക്ക് വലിക്കുന്നു. അങ്ങനെ ഓരോ സമയം കഴിയുമ്പോഴും ആ വായിൽ നിന്നുള്ള അതൊക്കെ പിളർന്നു പോയി പിന്നെ അടുത്തത് മൂക്കിലേക്ക് ഇടുമ്പോഴേക്കും വായി ശരിയാക്കിയിട്ടുണ്ടാവും രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ മൂക്കിലിട്ടുകൊണ്ട് പിന്നെയും ആ കൊളത്തിട്ട് വലിച്ച് ആ മൂക്ക് വികൃതമായിട്ടുണ്ടാകും. അപ്പോഴേക്കും അടുത്ത കണ്ണിനുള്ള പണി വരും, കണ്ണിലേക്ക് കൊളത്തിടും. ആ കണ്ണിലേക്ക് കൊളത്തിട്ട് വലിക്കുമ്പോഴേക്കും മൂക്കും വായും പഴയതുപോലെ ആയിട്ടുണ്ടാകും. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ, നിർത്താതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ഹാദാ, ഇതാരാണിത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമോടാണ് ചോദിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഇന്നഹു റജുലുൻ യഗ്ദു മിൻ ബൈതിഹി, ഇവര് ചില ആളുകളാണ്, അവരുടെ വീട്ടിൽ നിന്ന് അവരിങ്ങനെ പുറപ്പെടും. എന്നിട്ടോ നാടുകളിലൊക്കെ അവരിങ്ങനെ കളവുകൾ ഇങ്ങനെ പടച്ചുവിടുന്ന ചില ആളുകൾ, അവർക്കുള്ള ശിക്ഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയകളൊക്കെ നിലനിൽക്കുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ആ ഹദീസ് ഇങ്ങനെ പോകാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്ഥലത്തെത്തി, ഒരു പുഴ. ആ പുഴയുടെ പ്രത്യേകത എന്താണ്? മിസ്ല ദമ്മ്. ദമ്മ് എന്താ? രക്തം. ആ രക്തത്തിന്റെ ചുവപ്പ് നിറമുള്ള, അത്രമേൽ ചുവപ്പുള്ള വെള്ളമൊഴുകുന്ന, ആ രക്തമൊഴുകുന്നത് പോലെയുള്ള ചുവപ്പുള്ള ഒരു നദിയുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. വഇദാ ഫിന്നഹരി റജുലുൻ സാബിഹുൻ യസ്ബഹു, എന്നിട്ടോ ആ നദിയുടെ, ആ പുഴയുടെ ഒരു തീരത്തു നിന്ന് ഒരു മനുഷ്യനെ നീന്തി ഇങ്ങനെ കടക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടോ അങ്ങനെ ആ ശ്രമിക്കുന്ന മനുഷ്യൻ വഇദാ അലാ ശത്തിൻ നഹരി റജുലുൻ ഖദ് ജമഅ ഇൻദഹു ഹിജാറതൻ കസീറതൻ, എന്നാൽ ആ നദിയുടെ മറ്റൊരു ഭാഗത്ത് വേറൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ കയ്യിൽ മുഴുവൻ നിറയെ കല്ലുകളാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ആ മനുഷ്യൻ ഇങ്ങനെ നീന്തി വരുന്നു. എന്നാൽ ഈ മനുഷ്യൻ, ആ മനുഷ്യന്റെ നീന്തി വരുന്ന ആ മനുഷ്യന്റെ വായിലേക്ക് ഇങ്ങനെ കല്ലുകൾ കൊണ്ട് എറിയുകയാണ്. ആ കല്ലുകൾ ഇങ്ങനെ ഇട്ടുകൊടുക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലിയ ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു അത്. എന്നിട്ട് ആ കല്ലുകൾ അവന്റെ വായിലേക്ക് ഇടുകയും അയാൾ ആ കല്ലുകൾ ഇങ്ങനെ വിഴുങ്ങാൻ, വീണ്ടും തിരിച്ച് അതേപോലെ പോകുന്നു, വീണ്ടും നീന്തുന്നു, ആ കല്ലുകൾ ഇങ്ങനെ ഇടുന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മൻ ഹുവ, മൻ ഹും, ആരാണിവർ, ആരാണിവൻ, എന്താണ് അവൻ ഇത് അനുഭവിക്കാനുള്ള കാരണം? ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു മറുപടി കൊടുത്തു വഅമ്മാ റജുലുൻ അല്ലദീ അതൈത അലൈഹി യസ്ബഹു ഫിന്നഹരി, അങ്ങനെ നീന്തി വരുന്ന മനുഷ്യൻ, അവൻ ജീവിതത്തിൽ, അവന്റെ ദുനിയാവിലുള്ള ജീവിതത്തിൽ ഫഇന്നഹു ആകുലുർ റിബ, അവൻ പലിശ തിന്നുന്നവനായിരുന്നു, പലിശയിൽ ഇടപാടുള്ള ആളുകളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തഖ്വ കൊണ്ടുവരണം. ആ ഹദീസ് വീണ്ടും ഇങ്ങനെ പോകുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്താണ്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? മിസ്ല അത്തനൂർ, ഒരു വലിയ അടുപ്പ് അവിടെയുണ്ട്. എന്നിട്ടോ ഫൈദാ ഫീഹി ലഗ്ളുൻ വഅസ്വാതുൻ, ആ അടുപ്പിന്റെ ഉള്ളിൽ നിന്ന്, ആ വലിയ തീക്കുണ്ടാരത്തിൽ നിന്ന് ഒരുപാട് സൗണ്ട് ഇങ്ങനെ വരാണ്, ശബ്ദങ്ങൾ ഇങ്ങനെ വരാണ്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റസൂൽ പറഞ്ഞു ഫതല്ലഅനാ ഫീഹി, തല്ലഅന എന്നാൽ അതിലേക്ക് എത്തിച്ചു നോക്കിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കൊന്ന് നോക്കി. ഫഇദാ ഫീഹി റിജാലുൻ വനിസാഉൻ ഉറാത്തുൻ, അതിലതാ ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും നഗ്നരായി കൊണ്ടിങ്ങനെ അവിടെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. വഇദാ ഹും യഅതിയഹും ലഹബുൻ മിൻ അസ്ഫലി മിൻഹും, അവരുടെ അടിയിൽ നിന്ന് വലിയ തീക്കുണ്ടാരങ്ങൾ, അഗ്നികൾ വന്നുകൊണ്ട് അവർ പൊതിയാണ് പിടിച്ചുകൊണ്ട് അടിയിലേക്ക് കൊണ്ടുപോകാൻ. ആ വല്ലാത്ത വേദനയിൽ ആ സ്ത്രീകളും ആണുങ്ങളും കിടന്ന് ഇങ്ങനെ ഒച്ചുണ്ടാക്കാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു ആരാണ് ഈ ആളുകൾ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുത്തു വഅമ്മാ അർറിജാൽ വന്നിസാഉ ഉറാത്തുൻ, ഈ നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആരാണ്? അല്ലദീന ഫീ മിസ്ലി ബിനാഇ അത്തനൂർ ഫഇന്നഹും അസ്സുനാതു വസ്സവാനി, അവർ ദുനിയാവിൽ വ്യഭിചാരിണികളും വ്യഭിചാരികളുമായ ആളുകളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗത്തിലൊക്കെ അഭിഹിതങ്ങൾക്കൊക്കെ വാതിലുകൾ പെട്ടെന്ന് തുറക്കപ്പെടുന്ന കാലഘട്ടമാണ്. അവിടെ ഒക്കെ ഒരു മുസ്ലിം എന്നോളം നമ്മളുടെ ആ തഖ്വ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ക്യാമ്പസുകളിൽ, കോളേജുകളിൽ, അതുപോലെ തന്നെ നമ്മളുടെ സ്കൂൾ ക്ലാസ് റൂമുകളിലൊക്കെ ഈ ഒരു തഖ്വ പാലിച്ചുകൊണ്ട്
പാലിച്ചുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും ആ ഒരു തഖ്വ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച് ഏറ്റവും നല്ല ഒരു മരണം വന്ന് എളുപ്പത്തിൽ മരണപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ആ അവസാന നിമിഷത്തിൽ ഏറ്റവും നല്ല വെളുവെളുത്ത മുഖങ്ങളുള്ള മലക്കുകൾ നമ്മളുടെ അടുക്കലേക്ക് വരുമെന്നാണ്. അങ്ങനെയുള്ള മലക്കുകൾ വന്നുകൊണ്ട് നമ്മളുടെ റൂഹ് ഒരു കൂജയിൽ നിന്ന് മറ്റൊരു കൂജയിലേക്ക് ഒഴുകുമാറ് അതെടുത്തുകൊണ്ട് ഏഴാൻ ആകാശങ്ങളിലേക്ക് എത്തി അവസാനം തിരിച്ചു ഭൂമിയിലേക്ക് ഖബറിലേക്ക് പിന്നെ അവിടെ ചോദ്യോത്തരങ്ങൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള ഓരോ കാര്യങ്ങളും നൽകി ആ ഖബറിടം വിശാലമാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഏറ്റവും നല്ല ഒരു മരണമാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടിയാണ് നാം പണിയെടുക്കേണ്ടത്. നമുക്ക് സ്വർഗം കിട്ടുന്നത് വരേക്കും നമ്മളുടെ മരണം എത്തുന്നത് വരേക്കും നമുക്ക് വിശ്രമമില്ല. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് ആ തഖ്വ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ബോധവാന്മാരായിക്കൊണ്ട് ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം, ആ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങൾ അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് അതെല്ലാം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഏതേത് നിമിഷങ്ങളിലും ബോധവാനായിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ബോധവാനല്ല, പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്നു. നമ്മളുടെ നമസ്കാരങ്ങളിൽ അതിൽ നമ്മൾ ബോധവാനല്ല. നമ്മളുടെ ദിക്റുകൾ ജീവിതത്തിലുണ്ട്, ഖുർആൻ പാരായണങ്ങൾ, അതുമാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ തുടങ്ങി നന്മകൾ നിറഞ്ഞ നിമിഷങ്ങൾ, അതിലൊന്നും നമ്മൾ ബോധവാനല്ല. ബോധവാനല്ലാത്ത ഒരു ജീവിതത്തിൽ അബോധാവസ്ഥയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ആ രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് പോയാൽ മാത്രമാണ് നമുക്ക് വിജയം നാളെ പരലോകത്ത് കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അസ്കായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമുള്ള അമലുകൾ അസ്സ വജല്ല, അതുപോലെ തന്നെ വല അഅ്ളം, ഏറ്റവും അഅ്ളമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എന്നുള്ളത് അത് നമ്മൾ ഇനി കടന്നു ചെല്ലാനുള്ള ദുൽഖഅദ കഴിഞ്ഞ് ദുൽഹിജ്ജയിലെ ആദ്യ ദിവസങ്ങളിലുള്ള കർമ്മങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഏതേത് സൽക്കർമ്മങ്ങളും അത് വലിയ പ്രതിഫലം നൽകപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു വിഷയം നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം. ആ ദിനങ്ങളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് മുതലെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അവരുടെ ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മജീദ് ക, അദ്ദേഹത്തിന് അല്ലാഹു എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം അല്ലാഹു ഏറ്റവും നല്ല രൂപത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടമായ ആ ഒരു വേദന അത് അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അത് എളുപ്പമാക്കി ആ വിടവ് അത് നികത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ